ഈ വിഷയത്തിൽ വാഗ്ദാനം നീളുന്നോ എന്ന ചോദ്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതൊരു വാഗ്ദാനമേ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇത് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ സർക്കാർ പൊതുജന സമക്ഷം വെച്ചൊരു പ്രോജക്റ്റ് ആയിരുന്നു. ആ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ദിവസത്തിലെ ചില വ്യത്യാസങ്ങൾ മാത്രമാണ് ചർച്ചയിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിന്മേലുണ്ടാക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് ഇനി ഭാവി കേരളത്തിലെ ഇത്തരം ദുരന്ത നിവാരണ പദ്ധതികളെ ബാധിക്കുക എന്നതിൽ എനിക്കേറെ ആശങ്കയുണ്ട്. ഇതിന് രണ്ട് സൈഡും നമുക്ക് പറയാം. പക്ഷേ ഇതിലുണ്ടാവുന്ന വിവാദങ്ങൾ, നാളെ കേരളത്തിലൊരു ദുരന്തമുണ്ടായാൽ ഈ ദുരന്ത നിവാരണത്തിനു വേണ്ടി സർക്കാർ ഏതെങ്കിലും വ്യക്തികളോട് പണം ചോദിച്ചാൽ എന്താണ് പൊതുജനങ്ങൾക്കുണ്ടാവാൻ പോകുന്നൊരു ഇംപ്രഷൻ? ഈ വിവാദം ഉണ്ടാക്കി വയ്ക്കുന്ന ബാക്കിപത്രം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആലോചിച്ചുകൊണ്ട് വേണം ഉത്തരവാദിത്വത്തോടുകൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. നോക്കൂ, 178 ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരിൽ എത്ര പേർ ഈ ആശങ്ക പ്രകടിപ്പിച്ച് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട്? നമ്മൾ പലരെയും പോയി കണ്ടു. ഞാൻ തന്നെ നേരിട്ട് ഈ സൈറ്റിൽ പോയതാണ്. സൈറ്റിൽ പോയ സമയത്ത് അന്ന് എല്ലാവരും 100% ആളുകളും ഈ വീടിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല. ശരിയാണ്, താമസിക്കുന്നത് ചിലപ്പോൾ വിഷുവിന് മുമ്പ് കയറി കഴിയാൻ പറ്റുന്നു. പക്ഷേ ഞങ്ങളുടെ ദിനബത്ത കിട്ടണം, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എൻ്റർപ്രണൽ അസിസ്റ്റൻസ് കിട്ടണം എന്നീ രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. വീടിനെക്കുറിച്ച് ഒരാൾ പോലും ആ സമയത്ത്, അതായത് ഈ വീട് കൈമാറ്റം നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് ഒരാൾ പോലും പരാതി ഉന്നയിച്ചിട്ടില്ല മാർച്ചിന് ശേഷം. കാരണം അവർ വിശ്വസിച്ചത് വിഷുവിന് മുമ്പ് ഒരു പക്ഷേ കയറി കടക്കാൻ കഴിയുമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ അത് കഴിഞ്ഞില്ല. വീണ്ടും ഒരു 3 ആഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ സമയം അവിടെ നീട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ദുരന്തബാധിതരായ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്? ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം 3 കോടിയിലധികം രൂപ അവരുടെ ദിനബത്തയായി കൊടുക്കേണ്ടത് ജൂൺ മാസം വരെ നീട്ടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് സർക്കാർ. ജൂൺ മാസം വരെ, അഡ്വാൻസ് ആയിട്ട് ജൂൺ മാസം വരെ അവർക്കുള്ള സഹായവും നൽകിയിട്ടുണ്ട്, വാടകയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും കുറവ് വരികയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യും, അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും. ഇനി 2 ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത് നീളുകയാണോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് നീളുന്നു എന്നുള്ളതാണ്. ഇതിലൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ വാദം. രണ്ടാമത്തത്, മന്ത്രി രാജൻ ഇത് ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. വൈകാരികമായി ഇടപെടേണ്ടിയിരുന്നോ? വൈകാരികമായി ഇടപെടുക തന്നെ വേണം. കാര്യം വൈകാരികമായി ഓരോ ഘട്ടത്തിലും ഇടപെട്ടിട്ടുണ്ട് മന്ത്രി എന്ന നിലയിൽ. കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും മിനിസ്റ്റർ കെ രാജനുമായി വ്യക്തിപരമായിട്ടും നമ്മുടെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഇടപെടുന്ന സമയത്തും ആ മനുഷ്യൻ വൈകാരികമാകുന്നത് കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ കൂലിപ്പണിക്കാരനെന്നും വാർക്കപ്പണിക്കാരനെന്നും പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൂലിപ്പണിക്കാരനെന്നും ഈ വാർക്കപ്പണിക്കാരനെന്നുമുള്ളത് മന്ത്രി കെ രാജന് കിട്ടുന്ന അഭിമാനപരമായിട്ടുള്ള പട്ടങ്ങളാണ് എന്നുള്ളതാണ്. നമ്മുടെ മന്ത്രിക്ക് അങ്ങനെ ചില പദവികൾ ഉള്ളത് നല്ലതാണ് എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ചെയ്തതിനെ ഒട്ടും മോശമായി ഞാൻ കാണുന്നില്ല. വളരെ പ്രൊഫഷണലായ ഒരു പാരാമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇത് മന്ത്രി ചെയ്യേണ്ടിയിരുന്നോ ചോദ്യത്തിൽ അത് മന്ത്രി ചെയ്യേണ്ടിയിരുന്നതല്ല, അത് എഞ്ചിനീയർ ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷേ മന്ത്രി ചെയ്യാനിടയായ സാഹചര്യം എന്താണ് എന്നതുകൂടി 2ാം ഘട്ടത്തിൽ ഞാൻ വ്യക്തമാക്കാം. ആദ്യ ഘട്ടത്തിലേക്ക് എത്തിയാൽ നോക്കൂ, ഇച്ഛാശക്തി ഉണ്ടായിരുന്നു ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ. ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു ആ ഇച്ഛാശക്തിയുടെ കാരണം? ജൂലൈ 30-ാം തീയതി വയനാട് ഈ ദുരന്തം നടക്കുന്നു. 60 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. 60 ദിവസത്തിനുള്ളിൽ വയനാട്ടിലെ ഭൂമി കണ്ടെത്തുന്നതിനെക്കുറിച്ച് ആന്റോ അഗസ്റ്റിൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ കേസും നൂലാമാലയും ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമോ? കോൺഗ്രസ് ഭൂമി ഏറ്റെടുത്തിട്ട് അവിടെ രജിസ്ട്രേഷൻ, 2ാമത് ഏറ്റെടുത്ത ഭൂമിയുടെ രജിസ്ട്രേഷൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് ഭൂമി അന്വേഷിച്ച് നടന്ന് എത്ര സ്ഥലങ്ങൾ നോക്കിയെന്ന് നമുക്കറിയാം. അപ്പോൾ 1ഉം 2ഉമല്ല, ഇത്രയുമധികം ഏക്കർ, 410 വീടും ഒരു ടൗൺഷിപ്പും നിർമ്മിക്കാൻ ആവശ്യമായ ഏറ്റവും മനോഹരമായ, ഏറ്റവും നഗരത്തിൻ്റെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ എടുക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ പ്ലാൻ. അവിടെ കേസിൽ കിടക്കുന്ന പ്രദേശങ്ങളിൽ അല്ലാതെ അവിടെ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. 60 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു സെപ്റ്റംബർ മാസത്തോടുകൂടി. അങ്ങനെ 2 എസ്റ്റേറ്റുകൾ തീരുമാനിക്കുന്നു. അതിൽ എൽസ്റ്റൺ എസ്റ്റേറ്റുകാരും 2ാമത്തെ എസ്റ്റേറ്റുകാരും കോടതിയിൽ പോകുന്നു. ഡിസംബർ മാസമാകുമ്പോഴേക്കും കോടതിയിൽ ചോദ്യം വരുന്നു, പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നത്? LARR പ്രകാരമാണോ അതല്ല ഡിസാസ്റ്റർ ആക്ട് പ്രകാരമാണോ ഏറ്റെടുക്കാൻ പോകുന്നത്? സർക്കാർ പറഞ്ഞു ഡിസാസ്റ്റർ ആക്ട് പ്രകാരമാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. പക്ഷേ കോടതി പറഞ്ഞാൽ LARR പ്രകാരമുള്ള കോമ്പൻസേഷൻ ഞങ്ങൾ കൊടുക്കാം. അത് ഡിസ്പ്യൂട്ട് വയ്ക്കുന്നു. അവിടെ കമ്പനി അത് തള്ളിക്കളയുന്നു. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം കമ്പനി തള്ളിക്കളയുമ്പോഴും നോക്കൂ, മാർച്ച് മാസം 27-ാം തീയതി കോടതിയിൽ നിൽക്കുന്ന സമയത്തും സർക്കാർ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രം മാർച്ച് 27-ാം തീയതി തറക്കല്ലിടാൻ തീരുമാനിക്കുന്നു. കോടതിയുടെ അനുവാദം ചോദിക്കുന്നു. കോടതി പറഞ്ഞു നിങ്ങൾക്കവിടെ നിർമ്മാണമരുത് എന്ന് കോടതിയുടെ ഉത്തരവ് വരുന്നു. ഏപ്രിൽ മാസം 11-ാം തീയതി നിർണായകമായ ആ വിധി വരുന്നു. എന്താണ്? സർക്കാർ നിരന്തരം പ്രഷറൈസ് ചെയ്ത് ഹൈക്കോടതിയിൽ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ഹൈക്കോടതി പറയുന്നു ഡിസാസ്റ്റർ ആക്ട് പ്രകാരം നിങ്ങൾക്ക് അവിടെ നിർമ്മിക്കാം, പക്ഷേ അവിടെ കൃത്യമായ കോമ്പൻസേഷൻ നിങ്ങൾ കൊടുക്കണം. സർക്കാർ നിശ്ചയിച്ചതിലും കൂടുതൽ കോമ്പൻസേഷൻ കോടതി കൂടി നിശ്ചയിച്ചു. എന്നിട്ട് ഏപ്രിൽ മാസം 11-ാം തീയതി രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് അന്ന് രാത്രി 11:30
ഈ പണം കൊണ്ട് കെട്ടിവെക്കുന്നുണ്ട് ട്രഷറിയിൽ. കാര്യം എന്താ? പിറ്റേ ദിവസം അപ്പീലുമായിട്ട് പോയി ഇത് സ്റ്റേ വരാതിരിക്കാൻ വേണ്ടി ഇച്ഛാശക്തി ഇല്ലേ? ആ രാത്രി 11:30 പണം അടയ്ക്കുന്നു. തൊട്ടു പിന്നാലെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റുകാരും ഈ പ്ലാന്റേഷൻകാരും നേരെ സുപ്രീം കോടതിയിലേക്ക് സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് പോകുന്നു. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ മെയ് മാസം നോക്കൂ. അതിനിടയിൽ ഏപ്രിൽ 14-ാം തീയതി അവിടെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി പോകുന്നതിനിടയിൽ തന്നെ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പണി തുടങ്ങുന്നു. രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലേ? ആ സുപ്രീം കോടതിയിൽ മെയ് മാസമാകുമ്പോഴേക്കും സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ തള്ളുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് പൂർണ്ണമായും ക്ലിയറൻസ് കിട്ടുന്നത് എപ്പോഴാണ്? 2025 ഏപ്രിൽ മാസം 14-ാം തീയതി പണി തുടങ്ങിയെങ്കിലും മെയ് മാസത്തിലാണ് സുപ്രീം കോടതിയുടെ ക്ലിയറൻസ് കിട്ടുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങൾ കേരളം കണ്ട വലിയ മഴയാണ്. വയനാട് കണ്ട ഏറ്റവും വലിയ മഴയാണ്. അവിടെ ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും നിരപ്പാക്കി അവിടെ ഓരോ കൺസ്ട്രക്ഷനും കഴിയുന്ന തരത്തിൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത തരം പ്രതികൂലമായ കാലാവസ്ഥയാണ്. അവിടെയാണ് പിയാസുൽ പറഞ്ഞതുപോലെ, ഊരാളുങ്കൽ പറഞ്ഞതുപോലെ ഡിസംബർ 20-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ വീട് പണി ആരംഭിക്കാൻ കഴിയുന്നത്. അത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിലും പിന്നീട് നിർമ്മാണം നടത്തേണ്ടതാരാ? ഊരാളുങ്കലാണ്. ഊരാളുങ്കൽ എന്താ പറഞ്ഞത്? ഉറപ്പ് കൊടുത്തത് ഞങ്ങളൊരു 3-4 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി തരാം, അടുത്ത മഴയ്ക്ക് മുമ്പ് ഇത് പൂർത്തിയാക്കി തരാം എന്നാണ്. അതാണ് മുഖ്യമന്ത്രി ആദ്യം പറയുന്ന ഉറപ്പ്. അത് അടുത്ത മഴയ്ക്ക് മുമ്പ്. മുഖ്യമന്ത്രി എഞ്ചിനീയർ അല്ലല്ലോ. ഊരാളുങ്കൽ പോലൊരു ഏജൻസി ഏൽപ്പിച്ചതിന് ശേഷം ആ ഏജൻസി പറയുന്നു ഇത് അടുത്ത മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നു. അതാണ് മുഖ്യമന്ത്രി പറയുന്ന ആദ്യത്തെ ഉറപ്പ് എന്ന് പറയുന്നത്. ഇത് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ ഇത് ഇത്ര വേഗം സാധ്യമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ എല്ലാ പ്രോസസ്സും നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഫലം ഗുണഭോക്താക്കൾ കിട്ടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം എന്ന ചോദ്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച പാളിച്ച. വേണ്ടത്ര തൊഴിലാളികളെ അവിടെ ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ടോ? 2500 തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിനുശേഷം അവർ പലരും ബംഗാളിലേക്കൊക്കെ പോയി എന്നൊക്കെ ഊരാളുങ്കൽ പറയുമ്പോഴും ഈ പറയുന്ന മാർച്ച് മാസം 1-ാം തീയതി നടന്ന ആ ഉദ്ഘാടനവും താക്കോൽ കൈമാറ്റത്തിലും അന്ന് ദുരന്തബാധിതർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് പട്ടയം തരണം, ഞങ്ങൾക്ക് റേഷൻ കാർഡ് തരണം, ഞങ്ങൾക്ക് കയറിക്കിടക്കാനുള്ള ഒരു വീട് കിട്ടുമെന്നുള്ള ഉറപ്പ് കിട്ടണം. അതിൻ്റെ ഭാഗമായി താക്കോൽ കൊടുക്കുന്നു. അവരവരുടെ യൂണിറ്റ് കണ്ട് ഇഷ്ടപ്പെടുന്നു. പക്ഷേ അടിസ്ഥാനമായിട്ട് 2-3 ചില ഘടകങ്ങൾ ബാക്കിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ്. ഇനിയാണ് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന എങ്ങനെയാണ് നടക്കുന്നത്? നമുക്കൊക്കെ സാമാന്യ ബോധമുണ്ടല്ലോ. ഒരു വീട് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി സർക്കാരിലേക്ക് കൈമാറുമ്പോൾ നിലവിലുള്ള പ്രോജക്റ്റിൻ്റെ ഡിസൈൻ അനുസരിച്ച് നിർമ്മാണം നടത്തുന്നത് ഊരാളുങ്കൽ. ആ ഊരാളുങ്കലിൻ്റെ നിർമ്മാണ ചുമതലയിലാണ് ഇപ്പോഴും ഈ കെട്ടിടങ്ങളെല്ലാം ഉള്ളത്. കൈമാറിയ കെട്ടിടങ്ങളടക്കം. കാര്യം സർക്കാരിലേക്ക് അത് ഏറ്റെടുത്തിട്ടില്ല. ഊരാളുങ്കലിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയാൽ കിഫ്കോൺ എന്ന് പറയുന്ന സാങ്കേതികമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്ന ഏജൻസി ഇത് പരിശോധിക്കണം. ഊരാളുങ്കലും കിഫ്കോണും ചേർന്നൊരു പരിശോധന നടത്തും. അത് പരിശോധന നടത്തിയതിനു ശേഷം മൂന്നാമത്തെ ഒരു പരിശോധന ഊരാളുങ്കലും കിഫ്കോണും സർക്കാരിൽ ഏറ്റെടുത്തതിന് ശേഷം ആ ഉടമസ്ഥനും നടത്തണം. അതിനുശേഷമാണ് ഈ വീട് പൂർണ്ണമായും സാങ്കേതികമായ അർത്ഥത്തിൽ അയാളുടെ കൈവശമാവുകയുള്ളൂ. ബാക്കിയുള്ളത് ഒരു പ്രതീകാത്മകമായ കൈമാറൽ മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ അന്ന് താക്കോൽ വാങ്ങിപ്പോയ ഒരാൾ അന്ന് എനിക്ക് വീട്ടിൽ കിടക്കാൻ പറ്റില്ല എന്നൊരു പരാതിയും പറഞ്ഞിട്ടില്ല. കാര്യം അവരോട് കാര്യങ്ങൾ വ്യക്തമായും ബോധ്യമാക്കിയിരുന്നു. ഈ പണി തീരാൻ ഇനിയും കുറച്ച് സമയമെടുക്കും, അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഫർണിച്ചർ വാങ്ങാനുള്ള 1 ലക്ഷം രൂപ കൂടി ഞങ്ങൾ നൽകും എന്നത് വ്യക്തമായി സൂചിപ്പിച്ചിരുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടാവുന്നത്. ആ വിവാദത്തിന്റെ ഭാഗമായി മിനിസ്റ്റർ രാജൻ ചെയ്തത് ശരിയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടെന്നേ. കാരണം വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിടുകയാണ്. ആ 2 പെൻസിൽ മാർക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാധ്യമ ക്യാമ്പയിൻ. എന്താണ്? ആ പെൻസിലുകളാണ് വിള്ളലുകൾ എന്ന മട്ടിലാണ് പ്രചരണം. നമ്മൾ നോക്കിയാൽ ശരിക്കും ഞെട്ടിപ്പോവും. എൻ്റെ അടുത്ത് ഇന്ന് ഒരു പ്രേക്ഷകൻ വിളിച്ച് പറയുകയാണ്, യഥാർത്ഥത്തിൽ ആ വര കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതാണ് മേൽക്കൂരയിലെ ക്രാക്ക് എന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ ആ വരയാണോ മേൽക്കൂരയിലെ ക്രാക്ക്? സൂക്ഷിച്ചു നോക്കിയാൽ ആ 2 പെൻസിലുകൾക്കിടയിൽ വെള്ളം കിനിഞ്ഞിറങ്ങിയ ഒരു ചെറിയ ഭാഗം കാണാം. അതാണ് യഥാർത്ഥത്തിൽ ലീക്കേജ് എന്ന് പറയുന്നത്. ആ ലീക്കേജ് എന്നുള്ളത് വളരെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ സാധാരണ കോടികൾ മുടക്കി വീട് വയ്ക്കുന്ന ഘട്ടത്തിലും അത് പല സമയങ്ങളിലും സംഭവിക്കാം. ഒന്നുകിൽ നിർമ്മാണത്തിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ താപനിലയിലുള്ള വ്യത്യാസം അനുസരിച്ച് സംഭവിക്കാം, അതല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞ് സംഭവിക്കാം. സാധാരണ നിലയിൽ ഒരു വീട് വയ്ക്കുമ്പോൾ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടും അതല്ലാതെയും ആ ഗ്രൗട്ടിലെ അനുവാദം കൊണ്ടും ഇങ്ങനെ വ്യത്യാസം ഉണ്ടായാൽ എന്താ സംഭവിക്കുക? സാധാരണ നടത്തുന്നത് വാട്ടർ പ്രൂഫിംഗ് നടത്തും, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്ലാസ്റ്ററിങ് നടത്തും, അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് കനത്തിലൊരു കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതവിടെ അടയ്ക്കാൻ ശ്രമിക്കും. എന്നിട്ടും നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. വീടുകൾക്ക് മുകളിൽ വലിയ രീതിയിലുള്ള ടിൻ ഷീറ്റ് ഇട്ട് അത് മറികടക്കലാണ് പതിവ്. പക്ഷേ ഇവിടെ ഊരാളുങ്കൽ കമ്പനി എന്താ തീരുമാനിച്ചത്? അങ്ങനെ ചെയ്താൽ പോരാ. എന്താ കാരണം? ഡിഫക്റ്റ് ലയബിലിറ്റി ഉണ്ട്. ഡിഫക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 5 വർഷം ഈ വീടിന് സംഭവിക്കുന്ന ഏത് ഡിഫക്റ്റിനും ഉത്തരവാദി ഊരാളുങ്കലായിരിക്കും. ആ ഊരാളുങ്കൽ ആ ഉത്തരവാദിത്വത്തിൽ മാറാൻ കഴിയില്ല. കമ്പനിക്കത് അങ്ങനെ ഒരു ഡിഫക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കമ്പനി എന്താ അവിടെ ചെയ്തത്? ഏറ്റവും മാതൃകാപരമായ കാര്യമാണെന്നാണ് ഞാനും സാങ്കേതിക വിദഗ്ധരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അവിടെ പോണ്ടിങ് ടെസ്റ്റ് നടത്തി. യഥാർത്ഥത്തിൽ ആ പോണ്ടിങ് ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമുണ്ടോ? നിലവിൽ കരാർ പ്രകാരം അങ്ങനെ ഇല്ല. പോണ്ടിങ് ടെസ്റ്റ് നടത്തുന്ന എന്തിനാ? എങ്ങനെയാണ് പോണ്ടിങ് ടെസ്റ്റ് നടത്തുക? ഈ ചോർച്ചയുണ്ട് എന്ന് കരുതുന്ന പ്രദേശത്ത് ഗ്രൗട്ട് ഇട്ട് ഇഞ്ചക്ട് ചെയ്ത് അവിടെ പൂർണ്ണമായും പൂർത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ പുറത്ത്
ചെറിയ വോള് വെച്ച് ഒരു ചെറിയ കുളം പോലെ ഉണ്ടാക്കി അവിടെ വെള്ളം 24 മുതൽ 36 മണിക്കൂർ വരെ കെട്ടി നിർത്തിയതിനു ശേഷം അവിടെ വെള്ളം കിരിഞ്ഞിറങ്ങുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി രേഖപ്പെടുത്തിയ 2 പെൻസിലിൻ്റെ അടയാളം. ആ പെൻസിലിൻ്റെ അടയാളത്തെ വലിയ രീതിയിൽ ക്രാക്ക് ഉണ്ടെന്ന മട്ടിൽ പ്രചരിപ്പിച്ചത് ദുരന്തബാധിതരുള്ള സ്നേഹം കൊണ്ടല്ല. ഈ പദ്ധതി എങ്ങനെയെങ്കിലും വിവാദത്തിൽപ്പെട്ട് തകർന്നു പോകണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ്. അത് പൊളിച്ചു കാണിക്കാൻ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാണ് മന്ത്രി അവിടെ കാണിച്ചത്. അതുകൊണ്ടാണ് മന്ത്രിക്ക് മുകളിൽ കയറി വരച്ചു കാണിക്കേണ്ടി വന്നത്. നിങ്ങൾ പറഞ്ഞ വിള്ളൽ യഥാർത്ഥത്തിൽ പെൻസിൽ കൊണ്ട് വരച്ച വരയായിരുന്നു. അതിനിടയിലുള്ള ഭാഗമാണ്. അത് ഗ്രൗട്ട് ഇട്ടിപ്പോൾ പൂർത്തിയാക്കി പ്ലാസ്റ്റർ ചെയ്തു. ഇനി ആ ഭാഗത്ത് വീണ്ടും പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം 2 or 3 പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം ഇനി അവിടെ വെള്ളം കിരിയുന്നുണ്ടോ എന്ന് നോക്കും. ഇനി ഒരു മഴക്കാലം കൂടി വരുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് പറയൂ. കാരണം നമ്മളൊരു വീട് വെച്ചാൽ ഒരുപക്ഷെ ഒരു മഴക്കാലത്ത് വീട് വെച്ച് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വേനൽക്കാലത്ത് വീട് വെച്ച് തുടങ്ങിയാൽ മഴക്കാലവും മഞ്ഞുകാലം ആകുമ്പോഴൊക്കെയാണ് 4 or 5 മാസം കൊണ്ടാണ് വീട് പൂർത്തിയാവുക. വ്യത്യസ്ത ഋതുക്കളിലൂടെ പോകും. നോക്കൂ, ഡിസംബർ 20-ാം തീയതി തുടങ്ങി മാർച്ച് മാസം 2-ാം തീയതി താക്കോൽ കൈമാറിയ വീടിൻ്റെ പ്രോജക്റ്റിൻ്റെ കാലമാണ്. എത്ര ഋതുക്കളെ അതിജീവിച്ചു, എത്ര വേനൽ അതിജീവിച്ചു, എത്ര മഴ അതിജീവിച്ചു, എത്ര മഞ്ഞ് അതിജീവിച്ചു. അപ്പോൾ ഇതെല്ലാം കൃത്രിമമായി നിർമ്മിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിലെ സാങ്കേതികമായ പ്രശ്നം. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ലഭ്യമായ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയിൽ നിങ്ങൾ ഇവിടുത്തെ ഡ്രൈനേജ് കണ്ടിട്ടുണ്ടോ? ഏറ്റവും മികച്ച ഡ്രൈനേജ് സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരുക്കിയിരിക്കുന്ന ലാൻഡിൻ്റെ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏറ്റവും മാതൃകാപരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന് നിശ്ചയമായും തൊഴിലാളികൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് കാലതാമസം എടുക്കും. അത് വേഗത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഊരാളുങ്കൽ കമ്പനിയാണ്. ഊരാളുങ്കൽ കമ്പനിയാണ് സർക്കാരിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഈ വരുന്ന 2 or 3 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ വസ്തുത ഇതായിരിക്കെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് അഴിച്ചുവിടുന്നത്. ആ പ്രചരണം അഴിച്ചുവിടുന്നവരുടെ കാര്യമാണ് ഇതിലും വലിയ കഷ്ടമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ന് അവിടെ വന്ന് ആ ലീക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് കാണുമ്പോഴേ ഒരു കാര്യം ശരിയാ, യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരും വെച്ച് കൊടുത്ത വീട്ടിൽ നിങ്ങൾക്കൊരിക്കലും വിള്ളൽ കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും അവിടെ ക്രാക്ക് കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും ഈ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ ഈ രീതിയിലുള്ള പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിൽ അവശിഷ്ടവും കാണാൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും കോൺഗ്രസ്സുകാർ വെച്ച് കൊടുത്ത വീട്ടിൽ 2 വരയിട്ട പെൻസിൽ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അവിടെ വീട് വേണം. പക്ഷേ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്ലാൻ അനുസരിച്ച് അവിടെ വീടില്ലാത്തത് കൊണ്ട് വീട്ടിലെ വിള്ളലും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് വീട് വയ്ക്കാൻ കഴിയാത്ത മനുഷ്യരാണ്, ഭൂമി ഏറ്റെടുത്ത് ഒരു കല്ലിന് മേൽ ഒരു കല്ലെടുത്ത് വയ്ക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ഇവിടെ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി കൃത്യമായ പരിശോധനാ ഫലത്തിലൂടെ കിഫ്കോണിൻ്റെ പരിശോധനയിലൂടെ ഒടുവിൽ 5 വർഷത്തെ ഡിഫക്റ്റ് ലയബിലിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ടൗൺഷിപ്പ് പദ്ധതി കൈമാറാൻ വേണ്ടി വരുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്പമെങ്കിലും ഉളുപ്പ് വേണമെന്ന് നമുക്ക് പറയാനുള്ളൂ. ഇത് ഞാൻ പറയുന്നത് അവിടെ വന്ന് വിമർശനം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടാണ്. കാരണം നിങ്ങളുടെ ഉറപ്പ് എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ, അതിനിടയിൽ ഒരു ദുരന്ത ബാധിതൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കാൻ കഴിയാത്തൊരു പ്രയോഗം കൂടി ഉണ്ടായി. വളരെ നിർഭാഗ്യകരമായ കാര്യമായിരുന്നു. കിളിപോയ മന്ത്രി എന്നൊരു തരത്തിലുള്ളൊരു പ്രതികരണമുണ്ടായി. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിൻ്റെ വേദനയിൽ നിന്ന് പറഞ്ഞതാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹവും അത് മനസ്സിലാക്കിയിരുന്നു. എഞ്ചിനീയർകാരോട് അദ്ദേഹത്തിനത് വിശദീകരിക്കാമായിരുന്നു. ഊരാളുങ്കൽക്കാർക്ക് അദ്ദേഹത്തോട് പറയാമായിരുന്നു, ശരിയാണെന്നേ ഈ സർക്കാരിന് കിളി പോയിട്ടുണ്ട്. എന്താ കാരണം? ഇതേപോലെ അർദ്ധരാത്രിയിൽ 11:30 കൊണ്ട് ഡിപ്പോസിറ്റ് കൊടുത്ത് ട്രഷറി കൊടുത്ത് കേസ് ഇച്ഛാശക്തിയോടുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി 60 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുത്ത് ഇതിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി ഇങ്ങനൊരു ടൗൺഷിപ്പ് വിഭാവനം ചെയ്തത് കിളി പോയതുകൊണ്ടാണ്. ആ കിളി പോയതുകൊണ്ടാണ് ആ മനുഷ്യർ ഇത്രയും കാലം പലതവണ മല കയറി ഇറങ്ങിയതും ഇതേപോലെ ദുരന്തബാധിതരായ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിന്നതുമെല്ലാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോളൂ. കൂലിപ്പണിക്കാരൻ എന്ന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ വിശേഷണം, അദ്ദേഹത്തിന് ലഭിച്ച പട്ടമായിട്ട് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. അതിൽ തെല്ലും നിരാശപ്പെടാൻ കെ രാജന് വകയില്ല എന്നുള്ളതാണ്. എത്രയും വേഗം അത് പൂർത്തിയാക്കുക, ദുരന്തബാധിതരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുക, അതുവരെ അവർക്ക് കഴിയാനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുക എന്നുള്ളതാണ് ഇനി സർക്കാരിന് ചെയ്യാൻ കഴിയുക. ദിനപത്ര ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി വിവാദങ്ങൾ കൊണ്ട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേരളത്തിൻ്റെ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ 200 കോടി കൊടുക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ മനസ്സിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. അവരെ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കരുതെന്ന് മാത്രമേ എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളൂ. Meet the editors.